ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഓഗസ്റ്റ് 14. ഇന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ആരംഭിക്കുന്നത് പത്രോസിൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7? യേശുവിൻ്റെ മറുപടി 70 പ്രാവശ്യം. ക്ഷമയെന്നത് അക്കങ്ങളുടെ കണക്കുകൂട്ടലുകളുടെ കാര്യമല്ല, അതിരില്ലാത്ത കരുണയിലേക്കുള്ളൊരു വാതിൽ തുറക്കലാണെന്ന് യേശുനാഥൻ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആധുനിക ആത്മീയ എഴുത്തുകാരനായ എക്കാർട്ട് ടോളെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുകയെന്നാൽ നിങ്ങളുടെ പരാതിയും അതിനോട് ബന്ധപ്പെടുന്ന ദുഃഖവും വേണ്ടെന്ന് വെക്കുകയാണ്, വിട്ടുകളയലാണ്. ലെറ്റ് ഗോ. അത് കുറ്റം ചെയ്തയാൾ ശരിയെന്ന് പറയുകയല്ല, മറിച്ച് നിങ്ങളെയും നിങ്ങളോട് അനീതി ചെയ്തയാളെയും കഴിഞ്ഞ കാലത്തിൻ്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കലാണ്. അതെ, ഇനി മുതൽ എനിക്കേറ്റ മുറിവായിരിക്കില്ല എൻ്റെ ജീവിതത്തെ നിർവചിക്കുന്നത് എന്ന തീരുമാനമാണ് ക്ഷമയെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ക്രൂരതയും വെറുപ്പും ഘനീഭവിച്ച ഒരു സ്ഥലത്തിൻ്റെ ഓർമ്മ ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. പോളണ്ടിലെ ഔഷ്വിറ്റ്സ്, നാസികൾ കൂട്ടക്കൊല നടത്തിയ തടവറ. അതിനുള്ളിലെ മരണ ബ്ലോക്ക് എന്ന് വിശേഷിപ്പിച്ചിരുന്ന 11-ാം ബ്ലോക്കിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ കണ്ടത്, ഇരുമ്പ് വാതിലുകളുടെ ഉള്ളിൽ ഒരു ഉയർപ്പ് മെഴുകുതിരിയും കത്തിജ്വലിക്കുന്നൊരു വിളക്കും. ദുഃഖവും അതേസമയം വിസ്മയവും നിറഞ്ഞൊരു വികാരം എന്നിൽ നിറഞ്ഞു. അവിടെ എഴുതി വച്ചിരിക്കുന്നു, സഹതടവുകാരനു വേണ്ടി മരണം വരിച്ച മാക്സിമിലിയൻ കോൾബെ തൻ്റെ അവസാന ദിനങ്ങൾ ചിലവഴിച്ചത് ഇവിടെയായിരുന്നെന്ന്. 1979 പോപ്പ് വിശുദ്ധ ജോൺ പോൾ II പാപ്പയാണ് ആ തടങ്കൽ മുറിയിൽ ഒരു പാസ്കൽ ക്യാൻഡിൽ കൊണ്ടുവയ്ക്കുന്നത്. അതിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രകാശം ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. മനുഷ്യൻ്റെ ക്രൂരതയുടെ കൂരിരുട്ടിൽ തന്നെ ഒരാൾ തിളക്കമുള്ള സ്നേഹത്തിൽ ജീവിച്ച് മരിച്ചു. ഇന്ന് ഈ വിശുദ്ധൻ്റെ ഓർമ്മയാണ്. തടവറയിലാകും മുമ്പ് 1932 ഈ വിശുദ്ധൻ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ കൊടുത്തും സഹതടവുകാർക്ക് പീഡകരോട് ക്ഷമിക്കാൻ പ്രചോദനം നൽകിയും ജീവിച്ച വിശുദ്ധ മാക്സിമിലിയൻ നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്: ക്ഷമിക്കുന്നത് ബലഹീനതയോ മണ്ടത്തരമോ അല്ല, മറിച്ച് അത് ധൈര്യത്തോടെയുള്ള ദുഷ്ടതയ്ക്കെതിരായ ആത്മീയ പ്രതിരോധമാണ്. നാം ഓരോ പ്രാവശ്യം ക്ഷമിക്കുമ്പോഴും നാം അനുഭവിക്കുന്ന വേദനയെ അത് വിശദീകരിക്കണമെന്നോ ഇല്ലാതാക്കണമെന്നോ ഇല്ല, പക്ഷേ അത് ഇരുട്ടിൻ്റെ നിഴലുകളെ ഓടിച്ചു കളയും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകളും അന്യായങ്ങളും യേശുവിൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ക്ഷമയുടെ പാതയിലൂടെ സഞ്ചരിക്കാം. 70 പ്രാവശ്യം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പ്രകാശം തുടരാൻ അനുവദിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.